ഞങ്ങള് മാത്താറിൽ റൂം എടുത്തിട്ടുണ്ട്. ഇനി മാത്താറിന്റെ കാഴ്ചകൾ അല്ലേ ആസിമ? മാത്താറിന്റെ കാഴ്ചകളായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ജാഫർ ഈ കണ്ടോ പൊലവന്റെ ഓരോ കുസൃതികളും കാസിമിന്റെ ഓരോരോ അല്ലേ? ഈ ആളിപ്പോ തന്നെ റെഡി ആവുന്നുണ്ട് ആൾക്കാരൊക്കെ. സേറ് നോക്കിക്കാ, എന്താ രാജമാണിക്കത്തെ മമ്മൂട്ടിയാ? നമുക്ക് എന്ത് ചെയ്യാം, റെയിൻകോട്ട് എടുക്കാം. റെയിൻകോട്ട് ഞാൻ കണ്ണടച്ചിട്ട് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. എങ്ങനെയുണ്ട്? സെറ്റല്ല. എന്നാ അപ്പൊ ഇറങ്ങണേ, റെയിൻകോട്ട് എടുത്തോ. എന്താണ് ഞങ്ങൾ റൂം ഇട്ടാ? റെയിൻകോട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. റൂമിൽ നിന്ന് ഇറങ്ങി കാസിമ് സുവേറ അവിടെ ഉണ്ട്. നമുക്കെന്ത് നമ്മൾ ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂൾ കണ്ടോ കേട്ടോ. നാലൊക്കെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ എത്തിയപ്പോ മൂഞ്ചില്ല. നമ്മള് ഇത് യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് മാപ്പ് കിട്ടിക്കണം. മാപ്പ് നോക്കിയിട്ട് നമ്മൾ ഓരോ വ്യൂ പോയിന്റും കാണാൻ പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഒന്ന് മാർക്കറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഓരോ വ്യൂ പോയിന്റ് കാണാൻ പോകണേ. ഓക്കെ ബാ. സോയർ കോട്ടൊക്കെ ഇട്ട് വന്ന് സോയറും കാസിമോ കാസിയാ. അപ്പം ഇനി നമ്മളെ ഫസ്റ്റത്തെ പരിപാടി എന്താ? ഫസ്റ്റ് നമ്മൾ അടുത്തുള്ള ഒന്ന് രണ്ട് ലൊക്കേഷനിൽ നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ലഞ്ച് കഴിക്കുന്നു, തിരിച്ച് പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക്. അപ്പൊ അങ്ങനെയാണ് പ്ലാന്. അപ്പൊ ഞങ്ങൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാ, പുറത്തിറങ്ങാം. ഒരുപാട് കവർ ചെയ്യാണ്ടത് കുറെ ഉണ്ട്. ഒരു 2 ദിവസമൊക്കെ നിക്കണല്ലേ? 2 ദിവസം നിന്നാൽ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം. ഞങ്ങള് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. ഈ മാത്തേര എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടേക്ക് എത്തണമെങ്കിൽ നമ്മളെന്ത് ചെയ്യാം, പനവേലോ കല്യാണോ ഏതെങ്കിലും റെയിൽവേ നേരാൽ ജംഗ്ഷനിലേക്ക് ട്രെയിൻ പിടിക്കാം. അവിടുന്ന് പിന്നെ നമ്മൾ ഷെയർ ടാക്സി എടുത്തിട്ട് ഇങ്ങോട്ട് വരില്ല. അമ്മാൻ ലോഡ്ജ് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നമുക്ക് പിന്നെ നടന്നിട്ടോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ഇലക്ട്രിക്, അതിലൊക്കെ വരാം. ഇതാണ് മാത്തേരൻ സിറ്റി ഏകദേശം. ഇന്ന് ചെറിയൊരു റഷ് ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സോറി ഇന്ന് വ്യാഴാഴ്ച ചെറിയൊരു റഷ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാണാം. പക്ഷെ വീക്കെൻഡ് ഇതിലേ റഷ് ആയിരിക്കൂലേ. നമ്മള് ഒരു വ്യൂ പോയിന്റ് കാണാൻ പോലെ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് ആൾക്കാരൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. നമുക്കൊന്ന് പോയേക്കാം. ഫസ്റ്റ് വ്യൂ പോയിന്റ് കാണാൻ പോകുമ്പോൾ നല്ലൊരു 2 വിന്റേജ് ബിൽഡിംഗ് ആണ്. അബാൻഡഡ് നയിക്കണം. പോകുമ്പോ കൊറേ കുതിരകളൊക്കെ കാണട്ടോ ഓണായിട്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. സോറി കൊറേ എന്തുണ്ട്, കുതിരകളുണ്ട്. റെയിൻകോട്ട് മസ്റ്റല്ല, നല്ല ക്വാളിറ്റി ഉള്ള റെയിൻകോട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം. ഇത് മൈക്ക് എനിക്ക് കൊടുക്കുന്ന സൗണ്ട് വരുള്ളൂ. ഇവിടെ എന്തുണ്ട് കുറെ കുതിര. നമുക്ക് വേണമെങ്കിൽ കുതിരന്റെ പുറത്ത് കഴിച്ച് വ്യൂ പോയിന്റ് കാണാൻ പോവാ. അവരോട് ബാർഗെയിൻ ചെയ്തിട്ട് കൊടുക്കാം. പലതും പല റേറ്റും പറയാം. അപ്പൊ അതെന്താ ചെയ്യുക, അത് നിങ്ങളുടെ സ്കില്ലാണ്. മൂഞ്ചി നല്ല കാറ്റുണ്ട് കാസിമ, നല്ല കാറ്റുണ്ടല്ലേ? നല്ല കാറ്റുണ്ട്, നല്ല മഴയുണ്ട്, നല്ല വൈബുണ്ട്. അപ്പൊ വരുന്നോര് ഈ ജൂലൈ തന്നെ വരാൻ നോക്കുക പെട്ടെന്ന്. എന്തെയാ എന്താ വ്യൂ പോയിന്റ്? അവിടെ എന്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്, കാണാൻ പോണോ? നമുക്ക് നേരെ ഇങ്ങോട്ട് പോരാ. നല്ല വൈബാട്ടോ, നല്ല ക്ലൈമറ്റ് ആണ്. ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് കാണാൻ പോവാ. ഫസ്റ്റ് വ്യൂ പോയിന്റ് പേരെന്താ? അലക്സാണ്ടർ പോയിന്റ് നമ്മുടെ കാണിക്കണത് കണ്ടില്ലേ? അലക്സാണ്ടർ പോയിന്റ് 3 വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ പോവാം. മഴ ഇഷ്ടപ്പെടുന്നവരും നല്ല നടക്കാൻ ആഗ്രഹിക്കുന്നവരും മാത്രം മാത്രമേ എനിക്ക് നല്ലോണം നടക്കേണ്ടി വരും കേട്ടോ. നല്ല നടക്കല് മസ്റ്റാണ്. പിന്നെ വരുന്നവർ എന്ത് ചെയ്യാ, അത് നടക്കൂല. അങ്ങനെയുള്ളവര് വീട്ടിലിരിക്കുക. നല്ല ട്രക്കിംഗ് ഷൂ എടുക്കുക. കാരണം റോഡൊക്കെ അത്രക്ക് നടന്നു പോകണം. അപ്പൊ അത്രയും ഒരു നല്ല ഷൂ ഒക്കെ എടുത്തുക. ഷൂ മഴയാണ്, ഷൂ നനയും. പക്ഷെ ട്രക്കിംഗ് ഷൂ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് പോയിന്റ് കാണാൻ പോവാം. പോണ ഒരു റൂട്ട് നോക്കി എന്ത് ഭംഗിയാണ് അറിയോ. നല്ല കോടൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര അല്ലേ ആസിയ?
നല്ല ഭംഗിയുള്ള റൂട്ടിലാണ്. അതെ അതെ, നല്ല കോട ഉണ്ട്. ഫ്രണ്ട് ഒന്നും കാണുന്നില്ല. അലക്സാണ്ടർ പോയിന്റിലേക്ക് നമ്മൾ ഫസ്റ്റ് പോണത്. അടുത്തുള്ള വ്യൂ പോയിന്റ് ആണ്. ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ വ്യൂ പോയിന്റ് കാണാം. ഇത് നോക്കി മാത്രമേ സമയം 11:45 സോറി 12:45, 12:45 ക്ലൈമറ്റ് ആണത്. പറഞ്ഞു കാടിന്റെ നടുവിലാണ് ഒരു അലക്സാണ്ടർ വ്യൂ പോയിന്റ്. നല്ല റെയിന്, ഏത് ക്ലൈമറ്റ്. നല്ലൊരു വരുമ്പോ ഈ സമയത്തൊക്കെ വരാൻ നോക്കാം. ജൂലൈയിലല്ലേ, ജൂലൈ ഓഗസ്റ്റിലൊക്കെ വരാൻ നോക്കാം. ഒരിക്കലും മിസ് ചെയ്യരുത്. പറഞ്ഞാല് ലൈഫില് മസ്റ്റ് ട്രൈ അല്ല, വൺ ടൈം മസ്റ്റ് ട്രൈ. വൺ ടൈം നമ്മൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആ ഹിൽ സ്റ്റേഷൻ. സൂര്യൻ ഒരാളെ ഓനക്കത്തേന് ഫോൺ മതി. ഒരാളെ വരുമ്പോ ആരും ഫോണൊക്കെ ഒഴിവാക്കാം. ഇവിടെ റേഞ്ച് ഇല്ല, പക്ഷെ ഉള്ള റേഞ്ചിലും ആള് ഫോണൊന്നും കളിച്ചിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റൂല. ഇവിടെ എന്തൊക്കെയാ കുറെ ആൾക്കാരുണ്ട്. അലക്സാണ്ടർ പോയിന്റിലേക്ക് എത്തി. ഇങ്ങോട്ടാണ് ഇവിടെ കാണിക്കണത്. അവിടെ റിസോർട്ട് ഉണ്ട് അല്ലേ? ഭയങ്കര നമുക്ക് ഒന്ന് റോഡ് ഇത് പോണ വഴിയൊന്നും കാണണേ ഇല്ല കോടോണ്ട്. അവിടെ ഒരു പെട്ടെന്ന് നമ്മൾ വിചാരിച്ചത് കടുവയായിരിക്കട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ ശരിക്കുള്ള കടുവല്ല. നമ്മള് ഓൾമോസ്റ്റ് എത്തിയില്ലേ, കുറച്ചുകൂടെ പോകാൻ തോന്നുന്നു. എത്തി, പക്ഷെ ഭയങ്കര ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ്, നല്ല കാറ്റുണ്ട്. മരൊക്കെ ചിലപ്പോ വീഴാൻ സാധ്യത ഉണ്ട്. ശ്രദ്ധിച്ചു പോവാ ഒക്കെ. നമ്മളെന്ത് ചെയ്യാ, നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കുക. ഫസ്റ്റ് നമ്മളെ സേഫ്റ്റി നോക്കാം. നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് ഫുള്ള് കാടാണ്. സൈഡുകളും മരവും മഴയും കാറ്റും എല്ലാം ഉണ്ടാവും. അപ്പൊ പിന്നെ മെയിൻ സാധനം നടത്താണ്. കൊറേ നടക്കണം. നടന്നിട്ട് ഉള്ളോ നോക്കി ഇത് കാണുമ്പോ തന്നെ നമുക്ക് ഞങ്ങൾ വേറെ ആരും വരുന്നേ കേട്ടോ. ഇവിടെ ഈ പോയിന്റൊക്കെ ഞങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അറിയില്ലല്ലേ. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണേ എല്ലാവരും ലഞ്ച് കഴിച്ചിട്ടാണ് എല്ലാ പ്ലാനാണ്. നമ്മളെന്ത് ചെറിയൊരു സമയം കിട്ടിയപ്പോ നമ്മൾ ഇറങ്ങിയപ്പോ പക്ഷെ ഒരു മസ്റ്റ് ട്രൈ അല്ല ഈ ഒരു വൈബൊക്കെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒരു പ്രാവശ്യം എന്തായാലും വരാം. പിന്നെ കാട്ടുകൂടുള്ള ഒരു ട്രെക്കിങ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വന്നുവരാം. മസ്റ്റ് വിസിറ്റിലെ അവന് അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം ഉണ്ട് മാത്രം. എവിടേക്ക് എത്തിയാണ് അപ്പം നമ്മൾ ഏകദേശം വ്യൂ പോയിന്റ് എത്തി. നോക്കി ക്ലൈമറ്റ് ഇതാണ് അവസ്ഥ, ഒന്നും കാണില്ല കോട കൊണ്ട് അല്ലേ. അതെ നല്ല വ്യൂ പോയിന്റ്. ഇവിടുന്ന് താഴേക്ക് നമ്മൾ ഒന്ന് ശരിക്കും നല്ല വ്യൂ ഉണ്ട്. അത് കോട മൂടിയോണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റാത്തതാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല, കോട മാത്രം, വേറെ ഒന്നുമില്ല. റോഡൊക്കെ നോക്ക്, അജാതി ക്ലൈമറ്റ്, നല്ല തണുപ്പും, മീഡിയം തണുപ്പ്, നല്ല തണുപ്പില്ല പക്ഷെ മീഡിയം തണുപ്പ്. നമ്മൾ ഇവിടുന്ന് ഇനി റിട്ടേൺ ആക്കലാ. ഞങ്ങൾക്ക് നേരെ അടുത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഓരോ പോയിന്റ് ഇങ്ങനെ കാണാൻ വരാം. അപ്പോൾ ഇനി അത് കാണാം. ഒരാള് ട്രിപ്പ് വന്നാലും ഫോണൊന്നും കളിച്ചിരിക്കുന്ന ഒരു ചങ്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടോ. എന്താണ് ആള് താഴത്തേക്ക് ഇവിടുന്ന് തന്നെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഏകദേശം അലക്സാണ്ടർ വ്യൂ പോയിന്റ് എത്തിയിട്ടാ. ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട്. നല്ലൊരു അടിപൊളി കഴിഞ്ഞു. ഒരു ചായ കുടിക്കണേ അവിടെ പോയി കുടിക്കലാ. നല്ല നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നല്ല കോടയാണ്. നല്ല ഇവിടെ വരുന്ന വേണല്ലേ. ഇതിപ്പോ വന്നേ ഇതിന്റെ മൊബൈൽ കളിച്ച് ചെയ്യണേ. ഈ മിസ്സാക്കരുതാരോ. വ്യൂ പോയിന്റ് എന്താണ്, പക്ഷെ താഴേക്ക് ഫുൾ കോട, ഫുൾ വൈറ്റ്, നമുക്കൊന്നും കാണാൻ കഴിയില്ല. കാരണം അങ്ങനത്തെ സംഭവമാണ്. ഫുൾ വൈറ്റ് എന്നാൽ ഫുൾ വൈറ്റ് ഉണ്ടോ. നല്ല വ്യൂ ഉണ്ടോ, പക്ഷെ കോട ആയതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്തായാലും മതിയാ ഒന്ന് ഞങ്ങൾക്ക് കോട കണ്ട് പറ്റില്ല. മഴ നിന്നുകൊണ്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കറക്റ്റ് നല്ല വ്യൂ കിട്ടും. അങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കട്ടോ, തെന്നി പോയതാണ്, പിന്നെ കിട്ടൂല. നല്ല കാറ്റുണ്ട് അല്ലേ, നല്ല കാറ്റുണ്ട്. നമുക്ക് നിൽക്കാം. എന്തായാലും വരിക നല്ല രസമുണ്ട്.
നീ വാങ്ങി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അടുത്ത് കോട മൂടിയിട്ട് താഴേക്കുള്ളൊന്നും കാണില്ല. അത്രയും നല്ല ഡീപ്പുള്ള സംഭവമാണ്. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യാ, കുറച്ചു നേരം നിന്നാല് നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റും. പക്ഷെ നമുക്ക് സമയമില്ല. മഴ എന്തായാലും മഴ ഫുൾ ടൈം ഉണ്ടാവും. കാരണം ഫുൾ ടൈം ഉണ്ടാവും. ജൂലൈ അല്ലേ. നമ്മള് മഹാരാഷ്ട്രക്കാണ് കയറിയപ്പോ തുടങ്ങിയതാണ് മഴ. സൂപ്പർ സീന് സാധനം. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോലെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അടുത്ത ഓരോരോ വ്യൂ പോയിന്റ് കവർ ചെയ്യണത് കാണാം. മസ്റ്റ് വിസിറ്റ് വ്യൂ പോയിന്റ് അല്ലേ ഹലോ. മസ്റ്റ് വിസിറ്റ് പോയിന്റ്. ഭയങ്കര കോടയും. ഈ കോടയില്ലെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നേ. അത് കുറച്ച് മുമ്പ് കണ്ട് കറക്റ്റ് ഫുള്ളായിട്ട് കണ്ടില്ല, ചെറിയൊരു ഭാഗം കണ്ട്. എന്താ രസം എന്നറിയാം. കോടയില്ലെങ്കിൽ വെള്ളം വന്നിട്ട് റിവേഴ്സാണേ. നമ്മള് ആകെപ്പെട്ട് ഞങ്ങൾ എവിടെയാന്ന് അറിയില്ല. നാട്ടുകാരൻ്റെ കാടിൻ്റെ ഉള്ളിൽ എവിടൊക്കെയാണ്. ഇവിടെ രണ്ടാൾക്കാരെ കാണുക. ബോംബെ ബി ഹോട്ടലാണ്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകും. കുതിരപ്പുറത്ത് രാവിലക്കത്തെ മാത്തരൻ്റെ കാഴ്ചകൾ. കാസിം സെറ്റല്ലേ? കാസിം സേറും മുന്നിൽ നടക്കണ്ട്. പേടിണ്ടാ? നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ നീച്ചാണ്ട് പോകുന്നതാണേ. കുതിരക്കാരൻ റൂമിൽ വന്നിട്ട് മുട്ടി. ഞങ്ങളാദ്യം പോണ്ട വിചാരിച്ചു. മൂന്നിൻ്റെ പേര് കാസിമിൻ്റെ കുതിരൻ്റെ പേര് ലിയോ, ഇൻ്റെതിൻ്റെ ഡോറ. ചേർന്നെന്താ യാറ. നല്ല മോഡേൺ നെയിമാണ്. നമ്മൾ രാവിലെ ഇന്നലെ പോയി അലക്സാണ്ടർ പോയിന്റൊക്കെ പോണേ. നമുക്ക് നോക്കാം എങ്ങണ്ടെങ്കിലൊക്കെ പോട്ടെ. ഓ സീന് ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇപ്പോൾ എത്തിയിട്ടില്ല. വെള്ളത്തിൽ കൂടെ ഒക്കെയാണ് പോകുന്നുണ്ട്. ഏതോ വ്യൂ പോയിന്റ് ഒന്നും അറിയില്ല. അവരെ നമ്മളാണ് കൊണ്ടുപോകുന്നുണ്ട്. കാസിയും സോയറോടെ ഉണ്ട് കേട്ടോ. മുന്നിൽ ഞാൻ ബാക്കിലാണ്. അതോ നല്ല കാറ്റ് മഴയൊക്കെ ഉണ്ട്. കുരങ്ങന്മാരുണ്ട് അവിടെ. കുരങ്ങന്മാർ മുന്നിൽ മരമൊക്കെ വീണു കേട്ടോ. ഈ കാറ്റും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പേടിയാവും. കുതിരക്കാരുണ്ട് നമ്മളെ കണ്ട ആൾക്കാർ. ഇനി ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ലേക്കാ ലേക്ക് വ്യൂ ആണ്. അതൊരു ലേക്ക് വ്യൂ പറഞ്ഞിന്. അത് കാണാൻ പോകണം. അത് നീലാക്ക്. നമ്മളൊന്നപ്പോൾ ഒരു ഡാം കാണുന്നുണ്ട്. ഒരു വാട്ടർഫോൾ എന്നാണ് പറയുന്നത്. ചിന്ന ഡാം. ആയിക്കോട്ടെ. മദറിൽ ലോഡ് പോയിന്റ് പോണോയേ. മദറിൽ ആദ്യമായിട്ടില്ല നമ്മൾ ഇത് കാണണേ. അപ്പുറം കാണില്ല. കോടോണ്ട് അപ്പുറം കാണുന്നില്ല. അങ്ങനത്തെ ഇങ്ങനെ പോയിട്ട് ലോഡ് പോയിന്റ് എന്ന പോയിന്റ് ഉണ്ട്. അങ്ങോട്ടാണ് പോണത്. ചളിവെള്ളം എന്താ വെച്ചാൽ ഫുള്ള് കാണാൻ പറ്റുമെന്നുള്ള. അതെ കുതിരക്കാരെ നമ്മളൊരു 15 മിനിറ്റ് തിരിച്ചു തരാൻ പറയണം. പോയേക്കാം എത്ര മിനിറ്റ് ആവുന്നു. എനിക്ക് തോന്നണേ ഇതും കൂടി ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ കാരണം ഈ വ്യൂ പോയിന്റ് കണ്ടിട്ട് 2 ആയിട്ടുള്ളൂ. 5 5 പറച്ചില്ല. 2 ഓർമ്മ. ഇന്നലെ പോയില്ല. ആ വെള്ളച്ചാട്ടം കിട്ടിയ വെള്ളച്ചാട്ടം കിട്ടുകയാണെങ്കിൽ നല്ലൊരു കോടയിൽ കൊണ്ട് നിറഞ്ഞാണ്.
നല്ല മഴയുള്ള സമയത്ത് വന്നതാ പ്രശ്നം. ഫുൾ കോടയായിരുന്നു, നമുക്കൊന്നും കാണാൻ കഴിയില്ല. കുരങ്ങ സാറുണ്ട് ഇവിടെ. നമ്മൾ നോക്കണം കേട്ടോ, ഇവർ കൈക്കുള്ള സാധനമൊക്കെ തട്ടിപ്പറിച്ച് ഓടും. അതൊക്കെ നമ്മൾ ഭയങ്കര കെയർ ചെയ്യണം. ലോഡ് പോയിന്റൊക്കെ നമ്മൾ പോകണം. ആൾക്കാർ തുറക്കണുള്ളൂ, നമ്മൾ രാവിലെ തന്നെ ഇത് ചെയ്യണ്ട. ലോഡ് പോയിന്റിലാണ്. ലോഡ് പോയിന്റിൽ നമ്മൾ കണ്ട കാഴ്ച എന്താ വെച്ചാൽ ഇവിടെ നോക്കി ഫുള്ള് പ്ലാസ്റ്റിക്. ആരും പ്ലാസ്റ്റിക് ഒന്നും കൊടുത്തിട്ട് കേട്ടോ. നല്ല വ്യൂ ഉണ്ട്. കോടലിനൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. നല്ല വെള്ളച്ചാട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൂം ചെയ്ത് കാണിച്ചാൽ ഇവിടെ ചാടുണ്ടല്ലോ. ഇത് ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി നല്ല ഇതല്ലേ, ശരിക്കും കാണുമ്പോൾ നല്ല രസം. ഇതാണ് നമ്മളെ വീഡിയോയിൽ കാണാൻ ഏറ്റവും വലിയ വാട്ടർഫാളിൻ്റെ മേൽഭാഗം. നമുക്കാണ്ട് പോകാൻ പറ്റില്ല, വഴി ഇൻഡക്ഷൻ പേടി. ഞങ്ങൾ ഇതുകൂടെ കണ്ടുകാർ തിരിച്ചു പോവാണ്. സമയം ഇല്ല, സമയമില്ല. രണ്ട് മനുഷ്യന്മാർ കുതിരപ്പുറത്ത് വരുന്നു. मोबाइल ले लो घोड़ा, उनके हाथ में बेल्ट दे दो, सूरज ये बेल्ट सीट के हाथ में दो और मोबाइल ले लो, वीडियो ले लो। सॉरी, ऐसा पकड़ो, ऐसा राइट लेफ्ट, पीछे में स्टॉप, हल्का भी स्टॉप, और आगे जाओ सूरज, चलो वीडियो बंद करके और आगे जाओ, अच्छा भाग के जा, वीडियो बंद करके जा, वीडियो भी बंद करके जा। ആള് വീടെടുത്ത് തന്നിട്ടുണ്ട്. ഞമ്മളിങ്ങനെ നേരെ റൂമിൽ പോവാം, ഫ്രഷ് ആവും, നേരെ റെയിൽവേക്ക് ആണ് പ്ലാന്. റൂമിൽ കേൾക്കാണ്. വെറുതെ നേരെ ഒരു വളർത്തണല്ലേ. നമ്മള് നേരെ പോണേ. അയ്യോ ഒന്ന് ഫാസ്റ്റ് ആക്കോ. നമുക്ക് സമയമല്ല, ട്രെയിൻ മിസ്സാവുന്നുള്ള ഒരു സീനാണ്. ഞങ്ങൾ വരാൻ നേരം മതി, ഇറങ്ങാൻ നേരം മതി. അതൊക്കെ ഉണ്ടായത്. കിടന്നുറങ്ങി, രണ്ട് വടവന്മാർ കിടന്നുറങ്ങി. അതുകൊണ്ട് പോണ വഴിക്ക് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം, ഇതേമാതിരി കുറെ ചോലകളൊക്കെ കാണാം. വേറെന്താ ഒരുപാട് കാണാണ്ട്, നമുക്ക് സമയമില്ലാത്തോണ്ട് നിർത്തില്ല. സമയമില്ലാത്തോണ്ട് നമ്മള് സെറ്റാക്കി പോവാണ്. എന്തായാലും മസ്റ്റ് വിസിറ്റ്.